ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന ഒരു RC കാറാണ് റിമോട്ട് കൺട്രോൾ. ഇതിൻ്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജും കയറുള്ള, അതേപോലെ തന്നെ ഇത് വർക്കും ചെയ്യാനുള്ള റിമോട്ടിന് റെസ്പോണ്ട് ചെയ്ത്. അപ്പോൾ നമ്മൾ അതിനായി ശരിയാക്കാൻ വേണ്ടി ഇത് അഴിച്ചെടുക്കാൻ സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാൽ 4 സ്ക്രൂ ആണ് അടിയിൽ തന്നെ. അത് അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ തുറന്നെടുക്കാം. തുറന്നു കഴിഞ്ഞാൽ ഈ ബാറ്ററിയും ബോർഡ് ഹോൾഡ് ചെയ്തേക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതുണ്ട്. അതിൻ്റെ സ്ക്രൂ ഊരി കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററിയും ബോർഡും ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് വന്നത് BM, FM, RM, LM, അതുപോലെ ബാറ്ററിൻ്റെ കണക്ഷൻ. ഫ്രണ്ട്, ബാക്ക്, റൈറ്റ്, ലെഫ്റ്റ് ഈ 2 മോട്ടറിൻ്റെയും ബാറ്ററിൻ്റെ കണക്ഷനാണ് വന്നെ. അതെല്ലാം നമുക്ക് ഡിസ്കണക്ട് ചെയ്യാം. എന്നിട്ട് ബോർഡ് നമ്മൾ ഊരി ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ സ്വിച്ചാണ് കംപ്ലയിൻറ്റ്. ഈ സെയിം സ്വിച്ച് ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കണമായിരിക്കും നല്ലത്. നമ്മളതിൽ സ്വിച്ച് ഇല്ലാത്തതുകൊണ്ട് കറക്റ്റ് ഇതേപോലെ സോൾഡ് ചെയ്ത് കൊടുത്തേക്കുകയാണ് ത്രൂ ഇട്ട്. അപ്പോൾ ശരിയായിട്ടുണ്ട്. കണ്ട ഈ LM, RM എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റ് ആണ്. അത് ഫ്രണ്ടിലെ മോട്ടറിൻ്റെ കണക്ഷനാണ് കൊടുക്കേണ്ടത്. അതേപോലെ FM, RM എന്നുള്ളത് ബാക്കിലെ മോട്ടറിൻ്റെ കണക്ഷനാണ്. ഫോർവേഡ് ബാക്ക്വേഡ് എന്നാണ് അതിൻ്റെ. FM, BM അതാണ്. അത് നമ്മൾ ബാക്കിലെ മോട്ടറിൻ്റെ കണക്ഷനും കൊടുത്ത് എല്ലാം കറക്റ്റ് ബാറ്ററിൻ്റെ കണക്ഷൻ കൊടുത്തിട്ട് തിരിച്ച് അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ സാധനം വെച്ച് എല്ലാം സ്ക്രൂ ചെയ്ത് വെക്കാം. അതിനുശേഷം മുകളിലത്തെ ആ ബോഡി പാർട്ടും ഇതേപോലെ തന്നെ തിരിച്ച് ആൻറ്റീന കണക്ഷൻ എല്ലാം കൊടുത്തിട്ട് കറക്റ്റായിട്ട് വെച്ച് നമുക്ക് അടിയിലെ സ്ക്രൂ എല്ലാം ഇടാം. ഇപ്പോൾ കണ്ട സാധനം സെറ്റായിട്ട് ഓടുന്നുണ്ട്. കണ്ട ഫ്രണ്ടും ബാക്കും വർക്ക് ചെയ്യുന്നുണ്ട്. ടയർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയണമുണ്ട് ലെഫ്റ്റും റൈറ്റിലേക്ക്. അതേപോലെ ഇപ്പോൾ ചാർജും കയറുന്നുണ്ട്. ഇഷ്യൂ എല്ലാം സോൾവ് ആയിട്ടുണ്ട്. സ്വിച്ച് ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കണമായിരിക്കും ഏറ്റവും നല്ലത്.